ഹലോ ഗായ്സ്, അങ്ങനെ ഞാൻ ബസ് അടിച്ചു മാറ്റാൻ കൊണ്ട് പോവുകയാണ് ഗൈസ്. അപ്പം നമുക്ക് ബൈക്ക് എടുക്കാം. ജോർജിനോട് പറയണ്ട, ആരും കാണാതെ പോവാം. വണ്ടി കയറട്ടെ, പെട്ടെന്ന് തന്നെ വണ്ടി വിടട്ടെ, ആരെങ്കിലും കണ്ടാൽ സീനാണ് ഗൈസ്. അപ്പം നമുക്ക് ബസ് അടിച്ചു മാറ്റാൻ പോവാം. ബസ് സാധാരണ ഗൈസ് ഏതൊരു വാഗനർ, ട്രാക്ടർ, ഇതൊന്നും നോക്കണ്ട. ഇതോ ഗൈസ് ബസ് ഉണ്ട്. ഈ ബസ്സാണ് അടിച്ചു മാറ്റുന്നത്. ഈ ബസ്സിൻ്റെ മുമ്പ് ചെന്ന് ഈ ബസ് എടുത്തുകൊണ്ട് ഇല്ലല്ലോ മതി. അതൊക്കെ നമുക്കൊന്ന് കുറച്ച് മുമ്പൊക്കെ പോയി വണ്ടി പോകണമെന്നില്ലല്ലോ, അതൊക്കെ വണ്ടി എടുത്തുകൊണ്ട് പോയി. ഓക്കെ, നമുക്ക് വണ്ടി വെച്ച് നടത്താം ഗൈസ്. അപ്പം നമുക്ക് നേരെ വീട്ടിൽ നിന്ന് അയാൾ വണ്ടി എടുത്തുകൊണ്ട് പോയി. നമുക്കൊന്നും നോക്കണ്ട, വണ്ടി എടുത്തിട്ട് അയാളെ പിന്നാലെ തന്നെ വിടണം ഗൈസ്. അപ്പം നമുക്ക് നേരെ അയാളെ പിന്നാലെ തന്നെ പോവാം. നിർത്തടാ. ഇയാളാണെങ്കിൽ സീനാണ് ഗൈസ്, എനിക്കൊരു സീനില്ല. ഇയാൾ ഇവിടെ അങ്ങ് നിർത്തുകയാണ്, വിഷയമാണ് ഇയാൾ. ഇത് ഇവിടെ അങ്ങ് നിർത്താം, വണ്ടി പോകുന്ന സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് അയാൾ വരും. അയ്യോ, ഞാൻ അറിയാതെ തന്നെ വരും. ഓണിക്കൊന്ന് പെട്ടെന്ന് ഇറങ്ങടാ. ഇയാളെ സീറ്റ് നിറയ്ക്കും. ഇവിടെ ബുദ്ധിശാലി, നീ എന്നെ ഒന്ന് അങ്ങനെ നോക്കാൻ നിൽക്കണ്ട മോനെ, പെട്ടെന്ന് ഇറങ്ങി പോടാ ഇവിടുന്ന്. ഗൈസ് അപ്പം നമുക്ക് പോവാം. ഞാൻ ബസ് അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തിയിടണം. ഇത് വീട്ടിൽ കയറുമോ? ഇല്ല, ജോർജ് കാണാൻ പാടില്ല. ജോർജ് കണ്ട സീനാവും, ജോർജ് വിളിച്ചു പറയും. ജോർജിനെ പിന്നെ കണ്ടാൽ തന്നെ നമുക്ക് സോപ്പിടാൻ പറ്റും. സോപ്പിട്ട പെട്ടെന്ന് കയറുന്ന ജാതിയാണ്. ഒന്നോണായി. ഇനി നമ്മളെ പട്ടിയല്ല ഇവിടെ ഇരിക്കുന്നത്, ചോപ്പ് കാണൂലല്ലോ ഇരിക്കില്ലേ. ഒക്കെ വണ്ടി എടുത്ത് നല്ല ബാക്കിലോട്ട് പോകട്ടെ ഗൈസ്. ഇവിടെ തന്നെ ബസ് നിർത്താം, കുറച്ചൊരു സൈഡിക്കിടാം. ഇവിടെ ആകുമ്പോൾ മരത്തിൻ്റെ അങ്ങോട്ടില്ല. അപ്പോൾ ഈ ഭാഗമാകുമ്പോൾ മരമായതുകൊണ്ട് അത് കാണുമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇറങ്ങാം. അപ്പം ഞാനങ്ങനെ ബസ് മോഷ്ടിച്ചു. ഇനി ജോർജിൻ്റെ ഒപ്പം, ജോർജ് കൂടെയാണോ? പെടുന്നു. ആ ജോർജ് വന്നില്ല. എടാ ജോർജ്, ഇതൊരു സ്ഥലം വരെ ട്രിപ്പുണ്ട്. ജോർജ് എത്താ ജോർജ് അജ് പാടാ. ഗൈസ്, എൻ്റെ അവൻ പറഞ്ഞത്തറിയോ, ആരൊറ്റ ബസ് മോഷ്ടിച്ച് അതൊക്കെ ടി വിയിലൊക്കെ വാർത്ത. ടി വിയിലെന്തോ വാർത്ത, ബ്രേക്കിംഗ് ന്യൂസോ? എന്നാൽ ടി വി ഒന്നും ഇടണമല്ലോ, ടി വി ഇടാം. ഇപ്പോൾ കിട്ടിയ വാർത്ത, ഒരാൾ ബസ് മോഷ്ടിച്ചു. ആ ബസ് ന്യൂസ് നമ്പറിലേക്ക് വിളിച്ചു പറയേണ്ടതാണ്. ഗൈസ്, നിങ്ങളത് കേട്ടോ ഗൈസ്? ആരൊറ്റ ബസ് മോഷ്ടിച്ചു. ബസ്സത് നമ്മളല്ല, ജോർജ് അറിയണ്ട. ആ ജോർജ് നീ കണ്ടോടാ, ആരൊറ്റ ബസ് മോഷ്ടിച്ചു. ഗൈസ്, ജോർജ് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞു, നോക്കാൻ പോവാ. ജോർജ വാടാ. ഗൈസ്, കഴിഞ്ഞ പ്രാവശ്യം പോലീസിനെ പിടിച്ചടിച്ച് ഇതിന് പകരം ചോദിക്കാൻ ഞാനും ജോർജും പോവാണ്. നമ്മൾ ബസ് മോഷ്ടിച്ച വേറെ കാര്യം. ജോർജ പെട്ടെന്ന് വാടാ, പെട്ടെന്ന് വാ. നമുക്ക് ജോർജിനെ കൊണ്ടിട്ട് പെട്ടെന്ന് പോവാം. ജോർജ പെട്ടെന്ന് പോടാ ജോർജ. എന്തുവാണ് എൻ്റെ ജോർജിനൊരു പ്രശ്നമുണ്ട് ഗൈസ്. ഈ വീട് വാങ്ങിയപ്പോൾ തന്നെ ഇതിൻ്റെ ഓണർ പറഞ്ഞപ്പോൾ പ്രശ്നമുണ്ടായിരുന്നു. ഈ വീടിൻ്റെ വലിപ്പം കണ്ടിട്ട് എനിക്ക് ഈ വീട് തന്നെ മതിയെന്ന് ഞാൻ അയാളോട് വാശി പിടിച്ച് പറഞ്ഞു. ഈ വീടിനത്തെ പ്രശ്നം എന്തെന്ന് അയാൾ പറഞ്ഞു. ഇനി നമുക്ക് പുറത്തുള്ള വണ്ടി എടുത്തുകൊണ്ട് പോവാം.
അല്ലെങ്കിൽ അങ്ങനെ കയറി ചോദിച്ച പെട്ടെന്ന് കയറടാ. നമുക്ക് ആ പോലീസിനോട് പകരം പോയി ചോദിക്കണം. ചോപ്പേ ഞാൻ ചോപ്പിനോടൊന്ന് പറയട്ടെ. ഇങ്ങോട്ട് പോലീസുകാർ കയറിയിട്ട് നമ്മൾക്ക് എന്തെങ്കിലും കട്ടുകൊണ്ട് പോയി. അത് ചോപ്പേ ഇങ്ങോട്ടൊന്ന് പാടാ, ഇങ്ങോട്ട് പാടാ. ഇതിൽ കൂടെ പോലീസൊക്കെ വരാതെ നിൽക്കണം കേട്ടോ. എന്നാൽ ഇവിടെ ഇരുന്നോക്കോ, ഇവിടെ കാവിലിരുന്നോ, അല്ലെങ്കിൽ വേണ്ട അവിടെ കാവേരി തന്നെ. ഇവിടെ ആകുമ്പോഴാണ് സേഫ്. വെറുതെ ഇരുത്തണമെന്നേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇവൻ കുറച്ചു നേരം കഴിഞ്ഞാൽ ഓൻ്റെ കൂട്ടിൽ തന്നെ പോയി കിടക്കും. ഇവിടെ ഇരുന്നോട്ടോ. ബാ ജോർജ്, നമുക്ക് വണ്ടി കയറി പോവാം. നമുക്ക് ആ പോലീസുകാരോട് പകരം ചെയ്യണം. എടാ ജോർജ് സീറ്റിൽ പോയിരിക്കടാ. മണ്ടൻ ജോർജിനോട് ഞാൻ കുടുങ്ങി. ഈ സാധനമൊക്കെ ഇനി കുറച്ചേരം കഴിഞ്ഞാൽ പെട്ടെന്ന് പുറത്തു പോകും. ആ പോലീസുകാരോടൊക്കെ ഒന്ന് പകരം ചെയ്തു. കേസ് അപ്പം നമുക്ക് ഈ കാര്യം നേരെ പോവാം. സ്വിഫ്റ്റുകാർ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ആ ലൊക്കേഷൻ അനുസരിച്ചിട്ടാണ് പോകുന്നത്. നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയതാണ്. പോലീസ് സ്റ്റേഷൻ അതാണ് പോലീസ് സ്റ്റേഷൻ. ജോർജിയ തല്ലൂരേ ഓരോരുത്തട്ടോ. ഞാൻ മുഞ്ചു ഇത് ഞാൻ കണ്ടില്ലല്ലോ. ഞാനത് കണ്ടില്ല. പോലീസ് സ്റ്റേഷൻ പോലീസുകാരോട് ഞാൻ പറയുന്നത്. വാ ജോർജ് ഇറങ്ങിയോ. ജോർജ വാടാ. ജോർജ ബാ 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 നമുക്ക് പോയി പകരം ചോദിച്ചിട്ട് വരണം. ഇവിടെയാ പോലീസ്. ജോർജ പാടാ, അല്ലെങ്കിൽ ഞാൻ മുഞ്ചു. പോലീസ് മാമ ഇങ്ങോട്ടൊന്ന് വരുമോ? ബാടാ ഇങ്ങോട്ടൊന്ന് വാ പോലീസ് മാമ. പറയടാ പോലീസ് മാമ, എനിക്കൊരു ചെറിയൊരു പകരം ഉണ്ടായിരുന്നു കേട്ടോ. ജോർജ വെറുതെ തല്ലടാ. എടാ ജോർജ തല്ലടാ, ഞാൻ പൂജു. എടാ അവന്മാർ വെടി വെക്കണേ, അടിക്കടാ. ജോർജ പോയി തല്ലടാ പണ്ട്. ഞാനുമാണെങ്കിൽ അപ്പുറത്തുള്ളവന്മാരെ വെടി വെക്കാം. ജോർജ തല്ലടാ. ഈ പോലീസുകാരൊക്കെ ഞാൻ നോക്കിക്കോളും. ജോർജെ വാടാ, ജോർജെ വാടാ. പിടിച്ചോടാ സ്പെഷ്യൽ നീട്ടി എന്നാ പിടിച്ചോടാ. റോഡിനോട് കളിക്കൂലേ. സവന്മാരെ അടിച്ചിട്ട് നമ്മളെ പോലീസ് സ്റ്റേഷനിൽ സവന്മാരെ അടിച്ചിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വന്ന്. ജോർജൊക്കെ ഏതാ പാവായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ജോർജ് അവിടെ എന്നിട്ട് അതാ നടക്കണേ. അവിടെ ജോർജ് നമുക്ക് പിന്നും പകരം വീട്ടണം. ജോർജ് പകരം വീടണം. ഇന്ന് നമ്മൾ പകരം വീട്ടും. നമ്മൾ ആരാന്ന് വിചാരിച്ചാൽ പോലീസുകാരന്മാരുടെ ഗണപതൊന്ന് ഞാൻ തീർക്കും. പോലീസുകാർ വിചാരിച്ച നമ്മൾ പാവങ്ങളെന്ന്. നമ്മൾ ആരാന്ന് പോലീസുകാർ വരുമെന്ന് അറിയണം. ജോർജ പാടാ. നമ്മളെ വണ്ടി കയറാം. വണ്ടി ഞാൻ പിന്നെ ഹോസ്പിറ്റലായപ്പം മണ്ട ജോർജ് നമ്മൾ വണ്ടിയിലാണ് കയറണ വെച്ചാൽ അവിടെ പോയി കയറി. ഗേസും കൊണ്ട് പോലീസുകാർ വന്നപ്പോൾ നമ്മളെ ചോപ്പൊന്ന് കുരച്ചിട്ട് പോയില്ല. ചോപ്പ് നോക്കിയിരിക്കുന്നില്ല. ഇനിയും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവർ പകരം വിട്ടിട്ട് വേണം. പെട്ടെന്ന് പോട്ടെ. നേരത്തെ ഗൂഗിളിൽ നമ്മൾ ലൊക്കേഷൻ നോക്കിയില്ലേ. പക്ഷേ ലൊക്കേഷനൊന്നും വേണ്ട, സിമ്പിളായിട്ട് എത്താം. എനിക്കാണെങ്കിൽ വയ്യൊക്കെ ഇപ്പോൾ കാണാപാടായി. ഞാൻ ഒരു പ്രാവശ്യം കണ്ടാൽ പിന്നെ എനിക്ക് ഫുള്ള് കാണാപാടാണ്. പെട്ടെന്ന് ഗൈസ് ഒരു വേദന ഇവിടെ ഇനി ഞാൻ ഉച്ചിന് കൊള്ള ഹുക്കളെ കാണിച്ചു തരാം. ഇറങ്ങണ ചോദിച്ചേ. ഈ പ്രാവശ്യം എന്നെ തല്ലിയ പോലീസിനെ ഞാൻ നേരിട്ട് പോയി അടിച്ചിട്ട് വരും.
ഈ പ്രാവശ്യം അവന്മാരെന്ന് വിചാരിച്ചാൽ എന്നെ ഒട്ടും കാട്ടാൻ കഴിയില്ല. ജോർജ് പാടായി എന്നെ എങ്ങനെ ഇട്ട് പോലും അവിടെ കൊള്ള ജോർജ പോടാ. ഇയാളെ തല്ലി പിടിച്ച് ജോർജ് ഞാൻ അടിക്കണ നീ അടിക്കണ്ട. അടുത്തോളം പോയി അടിക്കും. പെട്ടെന്ന് അടിക്കണമല്ലേ ഇവിടെ നീയൊക്കെ എന്നെ അടിക്കില്ലടാ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വെച്ച് നിങ്ങളൊക്കെ ഇപ്പം പോലെ തീർക്കുന്നുണ്ടോ? നീയൊക്കെ എത്താടാ വിചാരിച്ചേ ഞാനൊക്കെ പാവാണെന്ന് കാണിച്ചടാ. നിന്നെയൊക്കെ എനിക്ക് സിമ്പിളായിട്ട് തല്ല. നിന്നെയൊക്കെ ഇപ്പം തീർക്കാറാടാ ഞാൻ ആരായെന്ന് വെച്ചിട്ട് എന്നെ പിടിച്ചോ. ഇവൻ ചത്ത്. എനിക്ക് ഇത്രയുള്ളൂ. ഹലോ ചോദിച്ചു നിനക്കൊക്കെ എന്നെ അറിയില്ലല്ലേ. ധൈര്യം എനിക്ക് തോക്കെടുക്കാതെ തല്ലാനാടാ. അതിൻ്റെ ഒരു തോക്ക് എടാ. ഈ പ്രാവശ്യമൊന്നും ഞാൻ ഹോസ്പിറ്റലിലാവില്ല. കാരണം നീ കഴിഞ്ഞ പ്രാവശ്യം ഇടിച്ചതിൽ എനിക്ക് വളരെ ദേഷ്യമുണ്ട്. ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ പെട്ടെന്ന് എന്നെ പോലും പിടിക്കാൻ അറിയാത്ത പോലീസുകാർ പിന്നെ എങ്ങനെ എനിക്ക് പരിക്കൊക്കെ പറ്റാൻ അമ്മമാരൊക്കെ ഞാൻ അടിച്ചു വിടും. എന്നെ വെടി വെക്കുന്നില്ലടാ. നിന്നൊക്കെ ഞാൻ തീർക്കണം. ബാക്കിലുണ്ടോ പേടിച്ച് ബാക്കിലോട്ട് പോകണേ. AK-47 എന്നെ ഉപയോഗിച്ച് വെടി വെക്കുന്നതാ. കള്ള ജാതിക്കാൻ കാണിച്ചു തരാം. അവനും കൊന്ന നീയൊന്നും വിചാരിച്ചാൽ എന്നെയൊന്നും കാട്ടാൻ പറ്റില്ല. നിന്നൊക്കെ ഞാൻ ഇപ്പം തീർക്കാറാ. നീക്ക് ഞാൻ ആരാന്ന് വെച്ചിട്ടാ. കളിക്കണ്ട നമുക്കിന്ന് രക്ഷപ്പെട്ടാലോ. എന്നാലും തീരുന്നില്ല. ജോർജ് അയ്യടാ ജോർജ് നീ എത്താടാ അവിടെ സുഖമായിരിക്കണോ? ജോർജ് വാടാ. കല്ലട ജോർജ് എന്നെ സഹായിച്ചവർക്കൊക്കെ നന്ദി അറിയിക്കുന്നു. ജോർജ് വാടാ പോവാ.